ഹേയ് ഇറ്റ്സ് മീ ഉസ്ന. എന്തൊക്കെയുണ്ട്? ഫിറോസ്ക്ക് പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി റെക്റ്റാങ്കിൾ ആർട്ട്. ഇത് ഇന്നറിയാത്തവർ വളരെ ചുരുക്കമാണ്. ഇനി ഇത് അറിഞ്ഞിട്ടും വരക്കാത്തവരോ അതിലേറെ ചുരുക്കമാണ്. അപ്പോൾ നമുക്കും ഇന്നത് ചെയ്തു നോക്കാം. ഇതിലാദ്യം കാണിച്ച പോലെ റാൻഡമായിട്ട് കുറച്ച് സർക്കിൾസ് വരയ്ക്കുക. വൃത്തം വരച്ചിട്ട് അതിനകത്ത് ഇതേപോലെ കനം കുറഞ്ഞ രീതിയിൽ വരകൾ അടുപ്പിച്ചടുപ്പിച്ച് വരക്കാം. നമ്മുടെ ചാനലിൽ ആദ്യത്തെ റെക്റ്റാങ്കിൾ ആർട്ട് ആയതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ആർട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡൊന്ന് ഫ്രീ ചെയ്യാൻ ഇത് വളരെ ഉപകാരമാവുന്നതാണ്. പക്ഷേ നമ്മൾ ആ നേരം നോക്കുക എവിടെയെങ്കിലും പെന്നും പേപ്പറൊക്കെ ഒന്ന് മാറ്റി വെച്ച് വേറെ എന്തെങ്കിലും ഫോക്കസ് ചെയ്യാനായിരിക്കും. അത് നല്ലതാണ്. ഇത് ചെയ്യുമ്പോൾ ഒന്നും ഓർക്കാതിരിക്കുക. ആകെ ഈ വരകൾ എന്താണ്, വരകളുടെ രീതി എന്താണ്, അത്രമാത്രം മതി. ചെറിയ ചെറിയ പണികളിലൂടെ തുടങ്ങി അവസാനം ഇതെങ്ങനെയാണ് വരച്ചത് എന്ന് നമുക്ക് തന്നെ അല്ലെങ്കിൽ കാണുന്നവർക്ക് തന്നെ ഒരു ഡൗട്ട് അടിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുക. അങ്ങനെ ചെറിയ ചെറിയ വരകളൊക്കെ അകത്ത് നിറച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കി ഇടയിൽ കാണുന്ന ചെറിയ ചെറിയ സ്പേസുകളുണ്ടല്ലോ അവിടെയൊക്കെ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഫില്ല് ചെയ്യുക. നിങ്ങളിത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. നമ്മൾ എപ്പോഴെങ്കിലും നോട്ട് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ബോർഡിൽ നിന്നുള്ളത് പകർത്തി എഴുതുമ്പോഴോ ഒരു 2-3 പേജ് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ കൈ കടച്ചിൽ, കൈയിന് റെസ്റ്റ് എടുക്കലൊക്കെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആർട്ടുകൾ ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡ് ഫുള്ളി ഫോക്കസാണ്. അവിടെ കൈയും മനമൊക്കെ ഒരുപോലെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ എഫേർട്ട് എടുക്കുന്നത് എന്നുള്ളത് നമ്മളവിടെ ഓർക്കുന്നേ ഇല്ല. അതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് നോക്കി വരച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.